മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ ചെലവിൽ വിവാദം തുടരുന്നു. സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച സജീവമായതോടെ വീട് നിർമ്മാണത്തിന്റെ കണക്ക് സർക്കാർ പുറത്തുവിട്ടു. ഒരു വീടിന് 26,95,000 രൂപ ചെലവ് വരുമെന്ന് മന്ത്രി കെ രാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ മാതൃകാ വീടും ദുരന്തത്തിൽ മരിച്ച പ്രജീഷിന്റെ കുടുംബത്തിന് നീതൂസ് അക്കാദമി നിർമ്മിച്ചു നൽകിയ വീടും തമ്മിലുള്ള ചിത്രം താരതമ്യം ചെയ്ത് കരാറുകാരൻ കൂടിയായ ഷാജിമോൻ ചൂരൽമലയിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് വിവാദം തുടങ്ങുന്നത്. ദുരന്തബാധിതരുടെ മാതൃകാ വീടിന് 30 ലക്ഷവും താൻ നിർമ്മിച്ചു നൽകിയ വീടിന് 15 ലക്ഷവും എന്നായിരുന്നു പോസ്റ്റ്. ഇത് പ്രതിപക്ഷവും ഏറ്റെടുത്തു. അവർ 20 ലക്ഷം തന്നാലും 30 ലക്ഷത്തിന്റെ വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നതെന്ന് ഞങ്ങളോട് വാഗ്ദാനം അവരാണ് ചെയ്തത്. ULCCക്ക് അതല്ല കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർ കൃത്യമായിട്ട് പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത മന്ത്രിമാർക്കുണ്ടല്ലോ. എന്നാൽ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ച് ഇന്റീരിയർ വർക്ക് ചെയ്യാൻ ഈ തുക മതിയാവില്ലെന്ന മറുപടിയുമായി ഷാജിമോൻ ചൂരൽമലയ്ക്ക് കരാർ നൽകിയ നീതൂസ് അക്കാദമി തന്നെ മറുപടി നൽകിയെങ്കിലും വിവാദം അവസാനിച്ചില്ല. ഇതോടെയാണ് ചെലവ് സംബന്ധിച്ച കണക്ക് മന്ത്രി ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. ചിലവ് 30 ലക്ഷമെന്ന ആരോപണം ആസൂത്രിത ഗൂഢാലോചനയുടെ ഭാഗമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്ന ആരോപണങ്ങളാണ്. വീട് നിർമ്മാണത്തിന് 30 ലക്ഷം രൂപയാണ് കണക്കാക്കിയതെന്ന് സർക്കാർ തങ്ങളോട് പറഞ്ഞിട്ടില്ലെന്നായിരുന്നു ടൗൺഷിപ്പ് നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി സിഒ അരുൺ ബാബുവിന്റെ 24-നോടുള്ള പ്രതികരണം. 30 ലക്ഷത്തിനെ കുറിച്ച് കമന്റ് പറയാൻ ഞാൻ ആളല്ല. ULCCന് ഈ പ്രോജക്റ്റ് കിട്ടിയത് ഗവൺമെന്റ് ഒരു AS പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിയോ അടക്കം 351 കോടിയുടെ പ്രോജക്റ്റാണ്. 299 കോടിയിലാണ് ഫൈനൽ നെഗോസിയേഷൻ അടക്കം കഴിഞ്ഞിട്ട് വന്നേക്കുന്നത്. സർക്കാർ നിർമ്മിച്ചു നൽകുന്ന വീടുകളെ സംബന്ധിച്ച് ആക്ഷേപമില്ലെന്ന് ദുരന്തബാധിതരുടെ ജനകീയ സമിതി ചെയർമാൻ മനോജ് JMJ വ്യക്തമാക്കി. 24 വയനാട്, കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.